ഞാൻ വൈദികനായിട്ടിപ്പോൾ 53 വർഷം പൂർത്തിയാക്കി. ഈ ഡിസംബറിൽ 54 വർഷമാണ്. ആദ്യമായിട്ടാണ് എനിക്ക് എൻ്റെ പൗരോഹിത്യത്തെപ്പറ്റി ഒന്ന് മറ്റുള്ളവരോട് പറയാനൊരു അവസരം. എൻ്റെ പൗരോഹിത്യ ജീവിതത്തെപ്പറ്റി, എൻ്റെ സന്തോഷത്തെപ്പറ്റി, എൻ്റെ ജീവിത അനുഭവങ്ങളെപ്പറ്റി, എൻ്റെ മിഷൻ അരൂപിയെപ്പറ്റിയൊക്കെ പറയാനുള്ളൊരവസരം എനിക്ക് ലഭിക്കുന്നത്. സമർപ്പണമേറും തോറും സൗഭാഗ്യമേറുന്ന ഒരു അമൂല്യനിധിയാണ് പൗരോഹിത്യം. വർഷങ്ങളായി ഈശോയ്ക്ക് വേണ്ടി സേവനം ചെയ്ത് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്ന ഫാദർ ജോസഫ് പുത്തമ്പറമ്പിൽ അച്ഛനെയാണ് നമ്മളിന്ന് കാൽവരി പൂക്കളിലൂടെ പരിചയപ്പെടുന്നത്. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, അച്ഛൻ്റെ ദൈവവിളിയിൽ കുടുംബം ചെലുത്തിയ ഒരു സ്വാധീനത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? എൻ്റെ വീട് പള്ളിക്കുട്ടുമ, ഇപ്പോൾ AC റോഡിൽ, ഞാൻ എയർ കണ്ടീഷൻഡ് റോഡെന്ന് ഞാൻ പറയും, അവിടെയാണ് എൻ്റെ വീട്. അതൊരു കുഗ്രാമമായിരുന്നു. ഞങ്ങൾക്ക് പള്ളിയോ ഒന്നുമില്ല. ഞങ്ങൾ പുളിങ്ങുന്ന ഇടവകയിൽപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. പള്ളിക്കുട്ടുമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് മേടയിൽ കുടുംബം. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ഓർമ്മയിൽ 2 വൈദികർ, 2 പേരും മിഷനിലായിരുന്നു. നെല്ലൂർ ഡയസിസിലായിരുന്നു അവർ സേവനം ചെയ്തിരുന്നത്. ചാക്കോ മേടയിൽ, കുഞ്ചറിയ മേടയിൽ. മേടയിൽ തന്നെ ഒരു വല്യച്ഛനുണ്ടായിരുന്നു എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവർ അവധിക്ക് വരുമ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കാണാറുണ്ടായിരുന്നു. വാസ്തവത്തിൽ പള്ളിക്കുട്ടുമ്മ പള്ളി ഉണ്ടായത് മേടയിൽ കുഞ്ചറിയച്ഛനച്ഛൻ്റെ പുത്തൻ കുർബാനയ്ക്ക് ആണ്. ഓർഡിനേഷനല്ല, പുത്തൻ കുർബാന. മിഷനിൽ വെച്ച് ഓർഡിനേഷൻ സ്വീകരിച്ചിട്ട് അദ്ദേഹം വന്ന് പുത്തൻ കുർബാന അർപ്പിക്കാനായിട്ടാണ് പള്ളിക്കുട്ടുമ്മയിൽ ഒരു ദേവാലയം ഉണ്ടായത്. അത് ഞങ്ങളുടെ ബന്ധുവും കൂടിയായ കൈതപ്പറമ്പിൽ ജോസഫ് അച്ഛൻ്റെ പത്രമേനിയുടെ ഭാഗമായ ഒരു നിലം ഞങ്ങളുടെ കുടുംബത്തിന് തന്നു. നിങ്ങളത് നികത്തി ഒരു പള്ളി ഉണ്ടാക്കിക്കൊള്ളുക. അങ്ങനെ ആ സ്ഥലം നികത്തി അവിടെയാണ് ഒരു ഷെഡ് വെച്ച്, ആ ഷെഡിലാണ് കുഞ്ചറിച്ചനച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ചത്. അന്ന് ഞാൻ 5ാം ക്ലാസ്സിൽ മറ്റേ പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്ക് സംഗീതം എന്ന് പറയുന്നത് എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ്. അപ്പോൾ എൻ്റെ മരിച്ചുപോയ അമ്മായി വീട്ടിൽ ചെറുപ്പത്തിലായിരുന്നപ്പോൾ വീട്ടിൽ വന്ന് ഹാർമോണിയമൊക്കെ പഠിപ്പിച്ചിരുന്ന, സംഗീതം പഠിപ്പിച്ചിരുന്ന ഒരു സാറ്, ഭാഗവതർ, മലയാട്ടിയേരി ജോസഫ് ഭാഗവതർ, അദ്ദേഹം ഒക്കെ ആയിരുന്നു അന്ന് ഓർഗൻ വായിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ അദ്ദേഹത്തിനോടുള്ള വാത്സല്യം, അദ്ദേഹത്തിന് എന്നോടുള്ള വാത്സല്യം കൊണ്ട് എന്നെ പിടിച്ച് അടുത്ത് നിർത്തി ഈ ലത്തീൻ ക്രമത്തിലുള്ള പാട്ടുകളൊക്കെ പാടിയപ്പോഴും എനിക്ക് വലിയൊരു സന്തോഷമുണ്ടായി. അതുകൊണ്ടും കൂടി ആയിരിക്കണം എനിക്ക് ഒരു മിഷണറി വൈദികനാകണമെന്ന് പിന്നീട് ചിന്തയുണ്ടായത്. അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊന്നും അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ SLC കഴിഞ്ഞപ്പോൾ എൻ്റെ നാട്ടുകാരനായ ജോർജ് കളത്തിലച്ഛൻ, അന്ന് ശമാശനാണ്, ഞങ്ങളൊന്നിച്ച് അച്ഛൻ എന്നെ വിളിച്ചു, തങ്കച്ചാ വേഴപ്രായിൽ പോകാം, അവിടെ ഇൻറ്റൻസീവ് കോഴ്സിൽ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് എന്നെ കൂടെ കൊണ്ടുപോയി. എനിക്ക് കുഞ്ഞിലേ മുതൽ പ്രാർത്ഥനകൾക്ക് വലിയ താല്പര്യമാണ്. ഞങ്ങളുടെ നാട്ടിൽ പള്ളിയിലായിരുന്നെന്ന് പറഞ്ഞല്ലോ, വണക്കമാസപ്പര ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ കഴുന്നെടുപ്പ് പരിപാടികളൊക്കെ വീടുകളിൽ തുറന്നു, അതിൻ്റെയൊക്കെ പ്രാർത്ഥന ചെല്ലും. ഞാൻ കൊച്ചാണെങ്കിൽ ഞാനാണ് പ്രാർത്ഥനയൊക്കെ ലീഡ് ചെയ്തിരുന്നത്. എന്നെ നാട്ടിൽ വേദപാഠം ഇല്ലായിരുന്നെങ്കിലും ആദ്യ കുർബാന സ്വീകരണത്തിന് ഞാൻ പുന്നശ്ശേരി മഠത്തിൽ പോയി പ്രാർത്ഥനകളെല്ലാം പഠിച്ചു. അത് കഴിഞ്ഞ് വേദപാഠത്തിന് ഞങ്ങളെല്ലാവരെയും കൂടി ഒരുമിച്ചിരുത്തി ഒരു ആശാനാണ് പഠിപ്പിക്കുന്നത്. ആശാൻ നോക്കിയപ്പോൾ എനിക്ക് എല്ലാ പ്രാർത്ഥനകളും അറിയാം. അതുകൊണ്ട് പറഞ്ഞു, തങ്കച്ചൻ ഇനി വരണ്ട. അങ്ങനെ ഞാൻ വേദപാഠമൊന്നുമേ നിർത്തി കഴിയുകയായിരുന്നു.
പിന്നെ SLC ക്ലാസ്സിന് തലേ വർഷമാണ് പുളിങ്ങുന്നിലെ കൊച്ചച്ഛൻ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ഇൻറ്റൻസീവ് കോഴ്സ് ഉണ്ട്, അവധിക്ക് വരാൻ സാധിക്കുന്നവർ വരാൻ പറഞ്ഞു. പള്ളിക്കൂട്ടുമേൽ നിന്ന് ഞാൻ തന്നെ അതിന് പോയി 7 ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുത്തു. എനിക്ക് നടക്കലച്ഛൻ്റെ കയ്യൊപ്പുള്ള സന്ദേശ നിലയത്തിൻ്റെ എനിക്ക് സർട്ടിഫിക്കറ്റുമൊക്കെ കിട്ടി. അപ്പോൾ ആത്മീയ കാര്യങ്ങളോട് എനിക്ക് എങ്ങനെയോ ഉള്ളിൽ വളരെ താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ആയിരിക്കണം ഞാൻ ഈ പ്രാർത്ഥനകളൊക്കെ എത്രയും നന്നായിട്ട് പഠിപ്പിക്കും. അതെൻ്റെ അമ്മയും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അമ്മച്ചി ഒരു പ്രാർത്ഥന കിട്ടിയാൽ ഒരാഴ്ച കൊണ്ട് അത് പഠിക്കും. അത് കഴിഞ്ഞ് അമ്മച്ചി ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും നാളെ മുതൽ ഞാൻ ചൊല്ലാം. അങ്ങനെ ഞാനും പെട്ടെന്ന് പ്രാർത്ഥനകൾ പഠിക്കും. അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ടും വളരെ എളുപ്പമായിരുന്നു എനിക്ക് പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കാൻ. അങ്ങനെ ഒരു ദിവസം ഞാൻ പോകുന്ന വഴിക്ക് ജോർജ് കുട്ടിയച്ഛനോട്, കളത്തിലച്ഛനോട് പറഞ്ഞു, ജോർജ് കുട്ടിയച്ഛ, എനിക്കും ഒരച്ഛനാകാൻ ആഗ്രഹമുണ്ട് എന്ന്. അവനെന്നാ ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛനും അത് വലിയ താല്പര്യമില്ല, എതിർപ്പായിരിക്കും എന്ന്. എങ്കിലും ജോർജ് കുട്ടിയച്ഛൻ വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മച്ചിയോടും ഒക്കെ സംസാരിച്ചു. അങ്ങനെയാണ് ഞാൻ ദൈവവിളി സ്വീകരിക്കുന്നത്. എനിക്ക് പൂജർച്ചനച്ഛനെ പോലെ മിഷന് പോകാനായിരുന്നു താല്പര്യം. പക്ഷേ എൻ്റെ വികാരിയായിരുന്ന ഒരു ജോസഫ് കൂട്ടമ്മേലച്ഛൻ പറഞ്ഞു, തങ്കച്ചൻ മിഷന് പോകണ്ട, നമ്മുടെ രൂപതയിൽ പോയാൽ മതി. അങ്ങനെ എന്നെ ഒരു ഇല്ലിക്കലച്ഛൻ്റെ കൂടെ കാവാട്ട് പിതാവിൻ്റെ അടുത്ത് വിട്ടു. എൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കിയപ്പോൾ എനിക്ക് ഇംഗ്ലീഷിന് നല്ല മാർക്കുള്ളതായിട്ട് കണ്ട് കാവാട്ട് പിതാവിന് അത് ഒത്തിരി ഇഷ്ടമായി. മോൻ അവിടെ ചെന്ന് മൈനർ സെമിനാരിൽ ചെന്ന് അപേക്ഷ കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ അഡ്മിഷൻ ശരിയായി. അങ്ങനെയാണ് ഞാൻ ദൈവവിളി സ്വീകരിച്ച് മൈനർ സെമിനാരി പാറയിൽ സെമിനാരിയിൽ 1973 ജൂൺ മാസത്തിൽ പാറയിൽ സെമിനാരിയിൽ അംഗത്വം എടുക്കുന്നത്. അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്ന് പറയാമോ? ആത്മീയ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒത്തിരി വ്യക്തികളുണ്ട്. ഞാൻ പറഞ്ഞ ജോസഫ് കൂട്ടുമേലച്ഛൻ എന്നെ ഒത്തിരി സ്വാധീനിച്ചതാണ്. ഒത്തിരി നന്നായിട്ട് പാട്ട് പാടും, ഒത്തിരി നന്നായി പ്രസംഗിക്കും, ഒത്തിരി നന്നായി മനുഷ്യരോട് ഇടപെടും, നല്ല നർമ്മരസത്തോട് ഇടപെടും. അതുപോലെ സമൂഹത്തിലെ അന്ന് വേഴപ്രായയിലെ യുവജനങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അച്ഛൻ 3 സാമൂഹിക നാടകങ്ങൾ വേഴപ്രായയിലെ സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിൽ അവതരിപ്പിക്കുന്നു. ഇതിലൊക്കെ ഞാൻ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അച്ഛനെ എനിക്കൊരു ഹീറോ ആയിരുന്നു. ആ അച്ഛനൊത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ മൈനർ സെമിനാരി വന്നു കഴിയുമ്പോൾ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് എൻ്റെ ഫസ്റ്റ് ഇയറിൽ സ്പിരിച്വൽ ഫാദർ ആയിരുന്ന കരിമ്പാലച്ചനാണ്. കരിമ്പാലച്ചൻ ബലിയാഴ്ച കർമ്മങ്ങൾക്ക് പള്ളിക്കുട്ടുമേൽ വന്നുകൊണ്ട് ഞാൻ പാട്ട് പാടുന്നവനാണെന്നും ഹാർമോണിയം വായിക്കുന്ന ആളാണെന്നൊക്കെ അച്ഛൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെന്ന ദിവസം തന്നെ വൈകുന്നേരം അന്ന് ഹാർമോണിയമൊക്കെ വായിച്ചിരുന്ന കോച്ചേരി, ഇപ്പോൾ കോച്ചേരി പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, കോച്ചേരി ഇന്ന് മുതൽ ഈ വന്നിരിക്കുന്ന പുതിയ ബ്രദർ ഓർഗൻ വായിക്കുക. അന്ന് മുതൽ എൻ്റെ സെമിനാരി ജീവിതം ഉടനീളം ഞാൻ ഹാർമോണിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഭാഗവതർന്ന് വരെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആ സംഗീതം എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു സ്പന്ദനമായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു. എന്നെ സ്വാധീനിച്ച പല വ്യക്തികളുണ്ട്. സെമിനാരികളിലുള്ള കുന്നപ്പള്ളിലച്ഛൻ, അച്ഛനാണ് എൻ്റെ ഭാഷാപരമായ കാര്യങ്ങളിൽ ഏറ്റവും അധികം സ്വാധീനിച്ചത്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ, ഒരു വാക്ക് എഴുതിയാൽ കുന്നപ്പള്ളിയിലച്ഛനെ ഓർത്തുകൊണ്ടാണ് തെറ്റരുത്, അതിൽ ഒരു ഭംഗം വരുന്നത് മലയാള ശൈലിക്ക് എതിരായിട്ടുള്ളതൊന്നും ആകരുത് എന്ന നിഷ്ഠയോടുകൂടിയാണ് ഞാൻ എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്തത്. അവരെല്ലാം എന്നെ വ്യക്തിപരമായി സ്വാധീനിച്ച വ്യക്തികളാണ്. പിന്നെ അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ നിമിഷങ്ങളൊന്ന് ഓർത്തെടുക്കാമോ? പ്രത്യേകിച്ച് സന്തോഷം തരുന്നത് ഞാൻ പറഞ്ഞല്ലോ, സംഗീതം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കുഞ്ഞിലേ മുതലേ വിശുദ്ധ കുർബാന, പാട്ട് കുർബാന അർപ്പിക്കുക എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഞാൻ 35 വർഷം മുമ്പ് ഇരുന്ന പൂന്തോപ്പിൽ ചെന്ന് ഞാൻ കുർബാന ചൊല്ലിയപ്പോഴും അവർ പറഞ്ഞു, അച്ഛൻ്റെ പാട്ടിന് യാതൊരു വ്യത്യാസമില്ല,
പ്രായം എനിക്കിപ്പോൾ 80 ആകുന്നു. പക്ഷേ അന്ന് ഞാൻ എങ്ങനെ വിശുദ്ധ കുർബാന അർപ്പിച്ചോ അത്രയും മാധുര്യം എന്ന് പറയാൻ പറ്റില്ല, അത്രയും അങ്ഷനോടുകൂടി കുർബാന അർപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നത് വിശുദ്ധ കുർബാനയാണ് എൻ്റെ ഏറ്റവും സന്തോഷം പകരുന്ന അനുഭവം. പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്നെ സ്വാധീനിച്ചത്, എന്നെ ഏറ്റവും അധികം സന്തോഷം പകരുന്നത് ചമ്പക്കുളത്തുള്ള എൻ്റെ 2.5 വർഷത്തോളമുള്ള അസ്തേന്തി എന്നുള്ള ജീവിതമായിരുന്നു. ഞാൻ വൈദികനായി കഴിഞ്ഞ് 3 സ്ഥലങ്ങളിൽ അസ്തേന്തിയായിട്ട് ജോലി ചെയ്തിട്ടുള്ളൂ. 4 കോടിയിൽ 4 മാസം, എടത്വായിൽ 5 മാസം, ബാക്കി ഭാഗം മുഴുവനും കൂടുതൽ സമയവും ചമ്പക്കുളത്താണ് സേവനം ചെയ്തത്. ഞാൻ 4 കോടിയിലെ 4 മാസത്തിന് ശുശ്രൂഷയ്ക്ക് ശേഷം ഞാൻ വടക്കേ ഇന്ത്യയിൽ ഉജ്ജയിൻ മിഷനിൽ പോയി 3 വർഷം അവിടെ സേവനം ചെയ്തു. എനിക്ക് ഏറ്റവും അധികം സന്തോഷം പകരാൻ ഉള്ള ഒരു കാര്യം, എൻ്റെ കൂടെ വർണ്ണഗർ എന്ന സ്ഥലത്ത് ഉജ്ജയിൻ മിഷനിൽ റീജൻസി നടത്തിയ സെബാസ്റ്റ്യൻ വടക്കേൽ ആണ് ഇപ്പോൾ ഉജ്ജയിനിലെ ആർച്ച് ബിഷപ്പ്. പള്ളിക്കൂട്ടമേൽ ഒരു ഓർഡിനേഷന് വന്നപ്പോൾ പിതാവ് അത് എടുത്തു പറഞ്ഞു, നിങ്ങളുടെ പുത്തമ്പറമ്പിൽ അച്ഛനാ എനിക്ക് ഉജ്ജയിൻ മിഷനിൽ വെച്ച് ഹിന്ദി പഠിപ്പിക്കുകയും മിഷനെ പരിചയപ്പെടുത്തുകയും ചെയ്യാൻ ഇടവന്നത് ഞാൻ അച്ഛൻ്റെ കൂടെ റീജൻസി നടത്തിയ ആളാണെന്ന് പറഞ്ഞു. ഇതൊക്കെ എന്നെ അധികം സ്വാധീനിച്ച കാര്യങ്ങളാണ്. ചമ്പക്കുളത്തെ സേവനങ്ങൾ ഞാൻ എപ്പോഴും പറയും. എനിക്കന്ന് നല്ലൊരു പ്രിയപ്പെട്ട ഒരു വികാരിയച്ഛനുണ്ടായിരുന്നു, സക്കറിയാസ് കായ്ത്തറ എന്ന് പറയുന്ന കുഞ്ചമ്പി അച്ഛൻ. അച്ഛന് വളരെ പാസ്റ്ററൽ ആയിട്ടുള്ള തീക്ഷ്ണതയുള്ള അച്ഛനായിരുന്നു. കുടുംബ കൂട്ടായ്മകൾ കാണുമെങ്കിലും അവിടെ ഇല്ലാതിരുന്ന യുവതിയെത്തി മിഷൻ ലീഗ് ഒക്കെ പുനഃസംഘടിപ്പിക്കാനും, അതുപോലെ തന്നെ കൊയർ അവിടെ ശമ്പളക്കാർ പാട്ടുകാരായിരുന്നു, അവർ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു യുവജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് ഒരു കൊയറുണ്ടാക്കി. അത് കുട്ടനാട്ടിലെ തന്നെ ഏറ്റവും നല്ല കൊയറായി മാറി. ഇപ്പോഴും ചമ്പക്കുളംകാർ അതിൻ്റെ പിൻഗാമികളായ കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് ആ കൊയർ കൊണ്ടുപോകുന്നു. അപ്പോൾ എൻ്റെ സംഗീതത്തിലുള്ള താല്പര്യവും കഴിവും ഒക്കെ ചമ്പക്കുളത്ത് ഞാനും അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മറ്റു ഇടവകളിൽ ഞാൻ പോയപ്പോൾ പാട്ടുകൾ പഠിപ്പിക്കുക, കൊയർ രൂപീകരിക്കുക എന്നൊക്കെ എൻ്റെ വലിയൊരു സന്തോഷം വരുന്ന കാര്യമാണ്. ഞാൻ ആലപ്പുഴയിലിരുന്നപ്പോൾ ആലപ്പുഴയിൽ പുത്തനങ്ങാടി പള്ളിക്കും അതുപോലെ തന്നെ പൂന്തോപ്പ് പള്ളിക്കും ഓൾ ഇന്ത്യ റേഡിയോയിൽ ഭക്തിഗാനങ്ങൾ ആലപിക്കാൻ അവസരമുണ്ട്. ആണ്ടുവട്ടത്തിൽ 3 പ്രാവശ്യമെങ്കിലും പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ 6 പാട്ടുകളാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അത് 2 പാട്ടെങ്കിലും എൻ്റെ തന്നെ പാട്ടായിരിക്കും. ഞാൻ തന്നെ സംഗീതം കൊടുക്കും, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും സംഗീതത്തിൽ അവിടെ കൊയർ പാട്ട് പാടും. ആ പാട്ടുകളൊക്കെ ഞാൻ എൻ്റെ പൗരോഹിത്യ ജൂബിലിക്ക് ഒരു ആത്മഗീതങ്ങൾ എന്ന പേരിൽ ഒരു ചെറിയ പുസ്തകമായിട്ട് ഞാൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ ഞാൻ എൻ്റെ ഇടവകളിലൊക്കെ ഞാൻ പോയി പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് വിശുദ്ധ കുർബാനയുടെ ആഭിമുഖ്യത്തിലും കുർബാന സ്വീകരണത്തിലും അതുപോലെ തന്നെ സങ്കീർത്തനത്തിന് പകരവും ഒക്കെ പാടുന്ന പാട്ടുകളാണ് അത്. അങ്ങനെ സംഗീതം എപ്പോഴും പറഞ്ഞാലും എനിക്ക് സംഗീതത്തിലാണ് അവസാനിക്കുന്നത്. അതാണ് എപ്പോഴും പാട്ട് പാടാനും പാട്ട് കേൾക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം കിട്ടുന്നത് തന്നെ ഏറ്റവും വലിയ, അത് ദൈവികമായ കാര്യങ്ങൾക്ക് അവസരം കിട്ടുന്നത് വലിയൊരു സന്തോഷമാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം പകരുന്ന അനുഭവം. അച്ഛാ, പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്ന ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിതമാണല്ലോ. ഒരു പുരോഹിതൻ്റെ ജീവിതത്തിലുടനീളം ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടാവുമല്ലോ. അത്തരത്തിൽ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ നേരിട്ട ഒരു വെല്ലുവിളിയെക്കുറിച്ച് ഒന്ന് പറയാമോ? എൻ്റെ ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളി ചങ്ങനാശ്ശേരി അതിരൂപത മുഴുവനും അറിയാവുന്നതാണ്. വാസ്തവത്തിൽ ഇന്ന് ഞാൻ ഇവനോടെ ഇരിക്കുന്നത് തമ്പുരാൻ്റെ വലിയ ഇടപെടൽ കൊണ്ടാണ്. 1981 ഡിസംബർ 15-ാം തീയതി ഊത്രപ്പള്ളിയിൽ വെച്ച് ഞാൻ ഒരു സിസ്റ്ററിൻ്റെ സംസ്കാരത്തിന് പങ്കെടുക്കാനായിട്ട് വന്നപ്പോൾ അന്ന് വെരൂർ പള്ളിയിൽ വികാരിയായിരുന്ന എബ്രാഹിം വടാനി അച്ഛൻ മൈക്കൽ ബുള്ളറ്റേൽ അവിടെ വരികയും എന്നെ അവിടുന്ന് കാഞ്ഞിരപ്പള്ളിക്ക് കൊണ്ടുപോവുകയും ചെയ്തു.
പോകുന്ന വഴിക്ക് 19-ാം മൈലിൽ വെച്ച് ബൈക്ക് ഒരു ലോറിയായിട്ട് കൂട്ടിയിടിച്ചെന്നും അച്ഛനും ബൈക്കും ലോറിയുടെ അടിയിൽ പോയി ഓൺ ദി സ്പോട്ട് മരിച്ചു പോയി. ഞാൻ തെറിച്ച് ദൂരെ പോയി. എൻ്റെ കാല് ഹീമറിന് തുടയെല്ലിന് ഒടിവുണ്ടായി, മുട്ടുചിരട്ടയ്ക്ക് ക്ഷതമുണ്ടായ, നടുവിനോ തലയ്ക്കുമൊക്കെ ക്ഷതമുണ്ടായി. എനിക്ക് 10 ദിവസം ഒരു ഓർമ്മയില്ല. ഈ സംഭവം ഒക്കെ ആളുകൾ പറഞ്ഞു വിട്ടുള്ള അറിവുള്ളൂ, എനിക്ക് യാതൊരു ഓർമ്മയില്ല. പഠനയച്ഛൻ മരിച്ച ഒരു വർഷത്തിന് ശേഷമാണ് അറിയുന്നത്. അത് എന്നെ വളരെയധികം എപ്പോഴും ഓർമ്മിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ എത്രമാത്രം എന്നോട് കരുതലുള്ള തമ്പുരാനാണ് എന്നത് എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ആണ് എന്നെ സ്വാധീനിച്ച ദൈവം എപ്പോഴും എന്നെ താങ്ങുന്നു എന്നുള്ളത്. പിന്നെ മനുഷ്യർ അന്ന് ഉണ്ടായിരുന്നവർ പറയുന്നത്, എൻ്റെ പാറയമാതാവേ എന്നെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ ഉറക്കെ നിലവിളിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഞാൻ 3 വർഷം പാറേപ്പള്ളിയിൽ സെമിനാരിയിൽ പഠിച്ചിരുന്ന കാലത്ത് അവിടെയും പാട്ട് പാടാനോ ഓർഗൻ വായിക്കാനോ ഒക്കെ പള്ളിയിലും ആദ്യ വെള്ളിയാഴ്ച കുർബാനയ്ക്കൊക്കെ ഞാനായിരുന്നു ഓർഗൻ വായിച്ചിരുന്നതും പാട്ട് നയിച്ചിരുന്നതും. മാതാവിനോടുള്ള വലിയൊരു ഭക്തി എനിക്ക് അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഞാൻ ചെറിയ ചെറിയ പുസ്തകങ്ങൾ എഴുതുന്നതെല്ലാം മാതാവിനെ പറ്റിയാണ്. ജപമാലയെ പറ്റി, പ്രാർത്ഥനാ ജപമാല, ധ്യാന ജപമാല, അതുപോലെ തന്നെ സംഗീത ജപമാല, ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ പുസ്തകങ്ങൾ ഞാൻ മാതാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള എൻ്റെ പാട്ടുകളിലും ഒരുപാട് ഈ ഞാൻ പറഞ്ഞല്ലോ ഓൾ ഇന്ത്യ റേഡിയോ റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ പാട്ടുകൾ 2 പാട്ടുകളുണ്ടെങ്കിൽ അതൊന്നും മാതാവിനെ പറ്റിയായിരിക്കും. അങ്ങനെ മാതാവിനോടുള്ളൊരു വലിയ ഭക്തിയിൽ എന്നെ തമ്പുരാൻ നയിക്കുന്നു. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ എന്നെ സംരക്ഷിക്കുന്ന ഘടകങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്. ദൈവത്തിൻ്റെ പരിപാലനം, അവിടെ നിൻ്റെ പാദം കല്ലിന്മേൽ തട്ടാതെ കരങ്ങൾ നിന്നെ അവർ വഹിച്ചുകൊള്ളും എന്ന സങ്കീർത്തനം എന്നെ സംബന്ധിച്ചിടത്തോളം തികച്ചും സാർത്ഥകമാണ്. അതാണ് എനിക്ക് ഏറ്റവും സ്വാധീനിക്കുന്ന, ഓർമ്മിക്കുന്ന, സന്തോഷം പകരുന്ന അനുഭവം. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഒട്ടേറെ വൈദികരെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പൗരോഹിത്യത്തിൽ വന്ന ഒരു മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? അത് ശരിയാണ്. ഇന്ന് പൗരോഹിത്യത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് മറ്റു പള്ളികളിൽ പോവുക, ശുശ്രൂഷ ചെയ്യുക വലിയൊരു സന്തോഷമായിരുന്നു. ഇന്ന് ഞാനും സംസാരിപ്പിക്കാനായിട്ട് വല്ലയിടത്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് പോകാൻ നേരത്തെ ഒരു കവറ് തരുന്നു. അന്ന് ഈ സാമ്പത്തികമായ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുക, മറ്റു ഇടവകളെ സഹായിക്കുക എന്നത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമായിരുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ഇരുന്ന കാലത്ത് ഞാൻ വൈദിക കോൺഫറൻസിൻ്റെ സെക്രട്ടറി ആയിരുന്നു ആലപ്പുഴ ഫൊറോനയിൽ. അതുപോലെ ഉണ്ട് എൻ്റെ അവിടുത്തെ ആ കമ്മിറ്റഡ് ആയിട്ടുള്ള ശുശ്രൂഷ കാരണം ഞാൻ എവിടെ ചെന്നാലും അവിടെ എല്ലാം വൈദിക കോൺഫറൻസിൻ്റെ സെക്രട്ടറി ആകാറുണ്ട്. ആലപ്പുഴ ഇരുന്ന കാലത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് വെറുതെ ആണെങ്കിലും കൂടും. പിന്നെ എല്ലാ പള്ളികളിലും അവരുടെ തിരുനാളിന് അന്ന് ഇതുപോലെ പോസ്റ്ററും നോട്ടീസും ഒന്നുമില്ല. അച്ഛന്മാർ ഫോൺ വിളിച്ച് പറയും, അങ്ങനെ ആ അച്ഛന്മാർ ചെല്ലും. ഞാൻ എല്ലാ പള്ളികളിലും പോയി സഹായിക്കുക. പ്രത്യേകിച്ച് അന്ന് റംസാ പ്രാർത്ഥനയൊന്നും വന്നു നിന്നിട്ടില്ല. അന്ന് ബേസ്പര എന്ന് പറഞ്ഞ സായാഹ്ന പ്രാർത്ഥനയാണ്. അതിന് പ്രത്യേക ഗീതങ്ങൾ താബേലച്ചൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഗീതങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ആണ് വേസ്പര എല്ലാ പള്ളികളിലും വേസ്പരയ്ക്ക് പോയിരുന്നത്. വേസ്പരയച്ചൻ വരെ എനിക്ക് പേര് കേട്ടിട്ടുണ്ട്. അത് ആ ഒരു സംവിധാനമല്ല ഇന്നത്തെ വൈദിക ജീവിതത്തിലുള്ളത്. ഇന്ന് ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട്, സംഘടനകളൊക്കെ ഉണ്ട്. അന്ന് ഈ കഷ്ടിച്ച് മിഷൻ ലീഗ്, യുവതീപ്തി എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമായിട്ടൊന്നുമല്ല. അന്ന് മാതൃജ്യോതിയോ പിതൃവേദിയോ ഒന്നും കാര്യമായിട്ടില്ല. അതൊക്കെ ജോസഫ് ആലഞ്ചേരി അച്ഛൻ തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങളാണ്. ഇതൊന്നും ഇടവകയിൽ ഇങ്ങനെ കാര്യമായിട്ട് വേരൊന്നിട്ടില്ല. ഇന്ന് ആ സംഘടനകളൊക്കെ വലിയ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അച്ഛന്മാരെല്ലാം ഈ സംഘടനകളുടെ വലിയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ മറ്റു ഇടവകളെ സഹായിക്കാനുള്ള ഒരു സമയവും സൗകര്യവും ഇന്നത്തെ കൊച്ചച്ചന്മാർക്കില്ല.
ഒരു കുമ്പസാരിപ്പിക്കാനായിട്ടോ കുർബാന ചെല്ലാനായിട്ടോ ക്ഷണിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് അവർ വരാനായിട്ട്. അതുപോലെ തന്നെ ഈ പെരുന്നാളിനൊക്കെ നമ്മൾ വളരെ അന്വേഷിച്ച് കഴിവുള്ളവരെ മാത്രം കണ്ടുപിടിച്ച് നോട്ടീസൊക്കെ തയ്യാറാക്കി ഒരു മാസം മുമ്പ് തന്നെ എല്ലാം ക്രമീകരിച്ചാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. മറ്റ് അച്ഛന്മാരുടെ സഹകരണമൊന്നും കിട്ടാറുമില്ല. പക്ഷേ ആലപ്പുഴ അങ്ങനെയല്ലായിരുന്നു. ഏത് പള്ളിയിൽ ഏത് പരിപാടി നടന്നാലും എല്ലാ അച്ഛന്മാരും തന്നെ അവിടെ വരികയും അവിടുത്തെ വികാരിച്ചിനെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ന് അച്ഛന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു മനസ്സില്ലായ്മ കൊണ്ടാണോ സമയമില്ലാത്തത് കൊണ്ടാണോ ഏതായാലും അങ്ങനെ ഒരു കൂട്ടായ്മ പലപ്പോഴും കാണാറ്. അങ്ങനെ പാസ്റ്ററൽ ഔട്ട്ലുക്കിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സന്യാസ സമൂഹത്തിലേക്ക് പോയാലും വല്യച്ഛന്മാരൊക്കെ എപ്പം വിളിച്ചാലും വരാൻ തയ്യാറായതാണ്. നമ്മുടെ മരിച്ചുപോയ ഒരു തോട്ടിലച്ഛനൊക്കെ ഞാൻ ചെറുപക്ഷം പള്ളിയിലായിരുന്നപ്പം അന്ന് 10 മണി മുതൽ 12:30 വരെ അവിടെ ഇരുന്ന് ഒറ്റ ഇരിപ്പിനും കുമ്പസാരിക്കും. 12 മണിയായപ്പോൾ കുമ്പസാരിക്കാനുള്ള ആളെല്ലാം പോയി. എന്നിട്ട് ഞാൻ അച്ഛനെ വിളിക്കാനായിട്ട് ആളെ വിട്ടവൻ പറഞ്ഞു, ഇല്ല വിചാരിച്ചൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് 12:30 വരെയെന്ന്, അതുകൊണ്ട് ഞാൻ വിടിക്കും. എങ്ങനെ അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള അച്ഛന്മാരുണ്ടായിരുന്നു. പാസ്റ്ററൽ ഔട്ട്ലുക്ക് വളരെ വ്യത്യാസം വല്യച്ഛന്മാരും കൊച്ചച്ഛന്മാരും തമ്മിൽ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് അനുഭവമായിട്ട് തോന്നുന്നത്. അച്ഛാ, ഈ ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യമൊക്കെ കുറഞ്ഞു വരികയാണല്ലോ. അപ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ അച്ഛൻ എങ്ങനെ നോക്കിക്കാണുന്നു? പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ ജീവിക്കുന്നവൻ. പ്രാർത്ഥനയില്ലാത്തവൻ ദൈവത്തിൻ്റെ വഴിയല്ല ചരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രാർത്ഥന, പ്രത്യേകിച്ച് സഭാ പ്രാർത്ഥന. യാമപ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഇന്ന് ആത്മാരുടെ ഇടയിലും സപ്ര എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാം, റംസ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം. ഞങ്ങൾക്ക് രാത്രിയൊരു പ്രാർത്ഥനയുണ്ട്, ലലിയ. പിന്നെ ഞാനിരുന്ന ഇടവകയിൽ എല്ലാ ഞായറാഴ്ചയും കുത്തായ പ്രാർത്ഥന 9 മണിക്ക്, കുത്തായ 9:30 കുത്തായ പ്രാർത്ഥനയോടുകൂടിയാണ് അവസാനിക്കുന്നത്. പിന്നെ ഇന്റൻസീവ് കോഴ്സ് വിശ്വാസോത്സവത്തിൻ്റെ കാലത്ത് 12 മണിക്ക് എന്താന പ്രാർത്ഥന ചൊല്ലിയാണ് അവസാനിപ്പിക്കുന്നത്. വെളുപ്പിനെ കുർബാനയോടുകൂടി ആണ് ഞാനിരുന്ന ഇടവേളയിലൊക്കെ വിശ്വാസോത്സവം നടന്നിരുന്നത്. അന്ന് രൂപതയിൽ പല അച്ഛന്മാരും അതിനെ എതിർത്തു. കാരണം രാവിലെ 9:30 മുതൽ ഉച്ച കഴിഞ്ഞ് 3:30 വരെ വേണമെന്നൊക്കെ നിർബന്ധം വെച്ചിരുന്ന. പക്ഷേ ഞാൻ എപ്പോഴും കുട്ടികൾക്ക് 10 ദിവസവും രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ ഒരു പരിശീലനം കൂടി ഇതിന് കിട്ടണമെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഞാൻ അങ്ങനെയാണ് നടത്തിയിരുന്നത്. ഇപ്പോൾ മിക്കവാറും എല്ലായിടത്തും ആ രീതിയിലേക്ക് വന്നു കഴിഞ്ഞ് എന്നെ എതിർത്ത അച്ഛന്മാർ പോലും പറയും പുത്തമ്പർമുളച്ചൻ അന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ പ്രായോഗികമായിട്ട് നടക്കുന്നത്. ചൂടിൻ്റെ കാഠിന്യം കുറയും, കാഠിന്യവും വെള്ളത്തിൻ്റെ കുറവും ഇതെല്ലാം പരിഹരിക്കാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രാർത്ഥനാ പരിശീലനം, കുർബാന പങ്കെടുക്കാനുള്ള പരിശീലനമൊക്കെ കൊടുക്കാനായിട്ട് ഈ സമയനിഷ്ക്രമമാണ് ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക അല്ല, പ്രേയിങ് ഈസ് ലവിങ്. എൻ്റെ വെള്ളാനിക്കലച്ഛൻ എപ്പോഴും പറയുന്നത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുകയാണ്. നമുക്ക് ദൈവത്തെ സ്നേഹമുണ്ടെങ്കിൽ ദൈവത്തോടുള്ള സംഭാഷണമല്ലേ. ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഫോണിലെങ്കിലും ആൾ എന്നോട് പല പ്രാവശ്യം സംസാരിക്കും. ഇതുപോലെ തന്നെയാണ് ദൈവം എൻ്റെ പിതാവാണെങ്കിൽ, ദൈവം എന്നെ കരുതുന്നവനാണെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ, ദൈവത്തെ എൻ്റെ പിതാവായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥനയിലൂടെ ദൈവത്തോടെ നിരന്തരമായ ബന്ധം പുലർത്തുവാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് പ്രാർത്ഥന, സ്വകാര്യ പ്രാർത്ഥനയുണ്ട്. ഞാൻ ദിവസം 2 കൊന്തയെങ്കിലും ചൊല്ലുന്നവനാണ്. രാവിലെ എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞ് മുറിയിലിരുന്നുകൊണ്ട് ഒരു ജപമാല ചൊല്ലും. അത് കഴിഞ്ഞ് വൈകുന്നേരം 6 മണിക്ക് ശേഷം പള്ളിയിൽ വന്ന് ഒരു ജപമാല ചൊല്ലും. അതിനുശേഷമാണ് ഞങ്ങൾ റംസാ പ്രാർത്ഥനയൊക്കെ സ്വകാര്യമായ ഉച്ചയ്ക്ക് മുറിയിലിരുന്നുകൊണ്ട് എന്താന പ്രാർത്ഥന ചൊല്ലും. മറ്റു പ്രാർത്ഥനകൾ രാവിലത്തെ സപ്രായിക്കും വൈകുന്നേരത്തെ റംസായിക്കും രാത്രിയിലത്തെ ലലിയായിക്കുമൊക്കെ ഞാൻ പങ്കെടുക്കുക മാത്രമല്ല പരമാവധി അതിന് നേതൃത്വം നൽകാൻ ശ്രമിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന വെടിഞ്ഞ ഒരു ജീവിതം
മുരടിച്ച ക്രിസ്ത്യാനി എന്ന് പറയാനേ പറ്റിയല്ല, പ്രാർത്ഥനയില്ലാത്തവൻ എന്ന് പറയുന്നത്. സന്തോഷത്തോടുകൂടെ ജീവിക്കാനായിട്ട് അച്ഛൻ നൽകുന്ന ഒരു ഉപദേശം എന്താണ്? സന്തോഷത്തോടുകൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ സംതൃപ്തരാകുക, അതാണ് സന്തോഷം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, അച്ഛന് പ്രീസ്റ്റോമി സുഖമാണോ എന്ന്. അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്ന മറുപടി, 80 വയസ്സിനോട് അടുക്കുന്ന ഒരച്ഛന് എങ്ങനെ സുഖം? അസുഖങ്ങളൊക്കെ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ആക്സിഡൻറ്റുകളിൽ പേരിൽ ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആളാണ്. 44 വർഷം മുമ്പുള്ള ആക്സിഡൻറ്റ് മാത്രമല്ല, തുടർന്ന് പല അവസരങ്ങളിലും എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ഈ പ്രീസ്റ്റോമിലേക്ക് വന്നത് തന്നെ പുളിങ്ങുന്നിൽ വെച്ചൊരു വീഴ്ചയുണ്ടായാണ് വന്നത്. അപ്പോൾ തന്നെ എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നങ്ങളുണ്ട്, തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, മറ്റൊരു പല രോഗങ്ങളുമുണ്ട്. അതുകൊണ്ട് വലിയ സുഖമൊന്നുമില്ല, പക്ഷേ ഞാൻ സന്തോഷവാനാണ്. എൻ്റെ ഈ അസുഖങ്ങളൊന്നും എൻ്റെ സന്തോഷത്തെ കെടുത്തിയിട്ടില്ല. ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല. ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന ഉപദേശവും ഒരിക്കലും നിരാശപ്പെടരുത്, പ്രത്യാശയുള്ളവനായിരിക്കുക. കഴിഞ്ഞ കൊല്ലം പ്രത്യാശയുടെ വർഷമായിരുന്നല്ലോ. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, പ്രത്യാശയുള്ളവരായിരിക്കുക. അതെനിക്ക് പ്രായോഗികമായിട്ട് എന്നും ഞാൻ പാലിക്കുന്നുണ്ട്. മറ്റുള്ളവരെ അതിനുവേണ്ടി സഹായിക്കുന്നു, പ്രചോദിപ്പിക്കാനും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛാ, ഇന്നത്തെ യുവതലമുറയോട് അച്ഛൻ എന്താണ് പറയാനുള്ളത്? യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്, തുറവിയുള്ളവരായിരിക്കുക. നിങ്ങൾ ഒരു മുഖംമൂടി വെച്ചുള്ള ജീവിതം പാടില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കുറച്ച് അഭിപ്രായങ്ങൾ കാണിക്കുക. അത് വൈദികരാണെങ്കിലും കുറേ ഷോയൊക്കെ കാണിക്കുക, അതല്ല ആവശ്യം. നിങ്ങൾക്ക് തമ്പുരാനോടും സമൂഹത്തോടും സഭയോടുമൊക്കെ ഒരു തുറവി വേണം. ആ തുറവി നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ സെൽഫ് എസ്റ്റീം തന്നെ നമുക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് തുറവിയുള്ളവരായിരിക്കുക. കാര്യങ്ങളോട് ഒരു സമർപ്പണം, കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കുക. പഠനത്തിലാണേലും കളിയിലാണേലും ആത്മീയ കാര്യങ്ങളിലാണേലും ഭക്ഷണത്തിലാണേലും ഒക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ്, നമുക്കൊരു പ്ലാനിങ്ങും കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരിക്കണം. അല്ലാതെ ചെല്ലുന്ന അടുത്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു ഷോ ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കൂട്ടിയതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമുക്ക് തന്നെ അത് സന്തോഷം പകരുകയോ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ എന്താ ചെയ്തത്, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഏതാണ്ടൊക്കെ ഇവിടെയൊക്കെ പോയെന്നല്ലാതെ എനിക്ക് വാസ്തവത്തിലൊന്നും ശരിക്ക് സന്തോഷം പകരുന്ന, സംതൃപ്തി പകരുന്ന ഒരു പ്രവൃത്തിയും ഈ ദിവസം ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് നിരാശയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ ഓൾവേസ് ബി ഫ്രാങ്ക്, ഒരു മനുഷ്യരോടുള്ള ഇടപെടലിലാണേലും. അതുകൊണ്ട് എനിക്ക് എന്നെപ്പറ്റി പറയുന്നത്, ഞാൻ പൊട്ടിത്തെറിക്കുന്നവനാണ്. ഒരു അനീതി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉടനെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ചിലപ്പോഴൊക്കെ ഒരു നിയന്ത്രണം വിട്ട രീതിയിലൊക്കെ ആയി പോയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ നിരാശപ്പെട്ടിട്ടില്ല. വേണ്ട കാര്യത്തിലാണ് ഞാൻ കോപിച്ചിട്ടുള്ളത്. ആ കോപം നീണ്ടു നിൽക്കുന്നതുമല്ല. കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു തിക്കുമുട്ടലാണ്. അതുകൊണ്ട് ചിലതൊക്കെ കാര്യങ്ങൾ തുറന്ന് പറയും. പക്ഷേ അത് ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടോ വിദ്വേഷമുള്ളത് കൊണ്ടോ ഒന്നുമല്ല, എൻ്റെ ആത്മാർത്ഥത കൊണ്ട് ആണ് ഇത് കോപിക്കുന്നതെന്ന് എനിക്ക് ഒരു ബോധ്യമുണ്ട്. അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛനെ സ്വാധീനിച്ച, അല്ലെങ്കിൽ അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനെ കുറിച്ച് ഒന്ന് പറയാമോ? എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വിശുദ്ധനല്ല, വിശുദ്ധയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി സ്വർഗരാജ്യത്തിലേക്കുള്ള കുറുക്കുവഴി എനിക്ക് കാണിച്ചു തന്നതാണ്. എല്ലാം തമ്പുരാന് വേണ്ടി ജീവിക്കുന്ന ഒരു ആധ്യാത്മികത എനിക്ക് കാണിച്ചു തരുന്ന മാതൃകയായിരിക്കുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയാണ്. അത് മിഷൻ ലീഗിൽ നിന്നൊന്നും കിട്ടിയതല്ലായിരിക്കാം. പക്ഷേ ആ വിശുദ്ധ വളരെ ചെറുപ്പത്തിലേ മരിച്ചു പോയെങ്കിലും ഒരുപാട് വലിയ ആത്മീയത സഭയ്ക്ക് പ്രദാനം ചെയ്തിരുന്നതാണ്. ഇപ്പോഴും സഭ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ആ പ്രേക്ഷിത ചൈതന്യം, ദൈവസ്നേഹം എപ്പോഴും അനുകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് കൊച്ചുത്രേസ്യ പുണ്യവതിയാണ് എനിക്ക് എന്നെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന വ്യക്തി, വിശുദ്ധയായിട്ട് ഞാൻ കരുതുന്നത്. ഞാൻ വൈദികനായിട്ടിപ്പോൾ
53 വർഷം പൂർത്തിയാക്കി. ഈ ഡിസംബറിൽ 54 വർഷമാണ്. ആദ്യമായിട്ടാണ് എനിക്ക് എൻ്റെ പൗരോഹിത്യത്തെ പറ്റി ഒന്ന് മറ്റുള്ളവരോട് പറയാനൊരു അവസരം. എൻ്റെ പൗരോഹിത്യ ജീവിതത്തെപ്പറ്റി, എൻ്റെ സന്തോഷത്തെപ്പറ്റി, എൻ്റെ ജീവിത അനുഭവങ്ങളെപ്പറ്റി, എൻ്റെ മിഷൻ അരൂപിയെപ്പറ്റി ഒക്കെ പറയാനുള്ളൊരവസരം എനിക്ക് ലഭിക്കുന്നത്. അതിന് മാക്റ്റിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കാൽവരി പൂക്കൾ എന്ന പരിപാടിയിലൂടെ തൻ്റെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പങ്കുവെച്ച് ഫാദർ ജോസഫ് പുത്തമ്പറമ്പിൽ അച്ഛന് ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.